അസ്സലാമു വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് ഞാനൊന്ന് നമ്മളെ ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ടൊന്ന് വീട്ടിലേക്കൊന്ന് വിരുന്ന് പോയി. ആ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ വലിയങ്ങാടിയിലെ വീട്. ഇതാണ് ഞങ്ങളെ വീട്ടിലെ പച്ചക്കറിയൊക്കെ ഉണ്ടായത്. ഇവിടെ ഒരുപാട് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ വലിയൊരു മൂച്ചി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഒരുപാട് കാലം പഴക്കമുള്ള, അപ്പോൾ അതൊക്കെ വെട്ടി ഒഴിവാക്കി അതിൻ്റെ ആ കൊമ്പും ചുള്ളികളൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് ഒക്കെ ഉണ്ട്, 2-3 മരങ്ങളിലായിട്ട്, അതൊക്കെ ഒന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ വിരുന്ന് പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ട് വരാം. ഇതാണ് എൻ്റെ വല്യങ്ങാടി. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വല്യങ്ങാടിയുടെ വീഡിയോ. അപ്പോൾ എൻ്റെ വീട് കണ്ടില്ല എന്നുള്ള പരാതി തീർക്കാം. ഇതാണ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഇതാ ഈ വല്യങ്ങാടി റോഡിൽ 2 സൈഡും വീടുകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് എൻ്റെ വീട്ടിലേക്കുള്ള വഴി. ഇതുപോലെ ആ വഴിയിൽ കയറി ചെന്നാൽ ഇതെൻ്റെ വീട്. ഞങ്ങളെ വീട് മാത്രമല്ല, എൻ്റെ മാമന്മാരെ വീടും കൂടിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 വീടുകൾ ഒരുമിച്ചുള്ളതാണ് ഈ ഒരു സ്ഥലത്ത്. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് പാർക്കുന്നതായതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പച്ചക്കറി ആണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മായി ഉണ്ടാക്കണ നമ്മൾ കുമ്പളങ്ങയില്ലേ, അത് ഒരുപാട് കുമ്പളങ്ങ അതിൽ അറുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് വഴുതനങ്ങയുടെ ഒരു മരം കൂടിയുണ്ട്. 10 കിലോനും ഒക്കെ തൂക്കമുള്ള ഓരോ കുമ്പളങ്ങയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും ഒന്ന് തൊടിയിലേക്ക് ഇറങ്ങി. അപ്പോൾ അമ്മ ഇതൊക്കെ പറിച്ച് ഞങ്ങൾക്ക് ഇന്ന് ഉപ്പേരിക്കുള്ളതൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുമ്പളങ്ങ ഒന്ന് അറുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതിയും മുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കുറച്ച് കറിവേപ്പില ഉണ്ട്, വലിയൊരു മരമുണ്ട്, നമ്മൾ വിഷടിക്കാത്ത കറിവേപ്പിലയല്ലേ, അപ്പോൾ അതും ഒക്കെയുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുള്ളത് റവ ഉപ്മാവാട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ചോറൊക്കെ ഉണ്ടാക്കി. പിന്നെ എൻ്റെ ഉമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള കൂട്ടാനുകളും മീൻ വറുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് ഇതുപോലെ ചോറ് ഊറ്റുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഊറ്റുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കിന് മീനാണ് കിട്ടിയിട്ടുള്ളത്, ഇതുപോലെയുള്ള ദശയുള്ള മീൻ. അപ്പോൾ ഇതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ചെന്നാൽ ഞാൻ എപ്പോഴും അസിസ്റ്റൻ്റാണ് കേട്ടോ. ഞാനെല്ലാം ഉമ്മ ഉണ്ടാക്കുന്നതിൽ ബാക്കിയുള്ള പണികൾ മാത്രം എടുക്കുക. തേങ്ങ ചിരകി കൊടുക്കുക, മീൻ ഫ്രൈ ചെയ്യുക. അപ്പോൾ ഉമ്മ തന്നെ കായം പുരട്ടാനുള്ള പൊടികളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ തന്നെ ചിരകി എടുക്കാനുള്ളതിലേക്ക് ഉള്ളിയും നല്ല ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ച് അരപ്പൊക്കെ തയ്യാറാക്കി അതൊക്കെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനത്തെ പണികൾ മാത്രമാണ് ഞാൻ വീട്ടിൽ ചെന്നാൽ ചെയ്യാറുള്ളത്. എന്താ വെച്ചാൽ മെയിൻ ഭണ്ടാരി ഉമ്മ തന്നെയാണ്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിക്കാനാണ് കാര്യമായിട്ട് ഇങ്ങോട്ട് വരുന്നതും. അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയ കുമ്പളങ്ങ കറിയിലിട്ട് ഞാനങ്ങ് തേങ്ങ ഒഴിച്ചു കൊടുത്തു. ഇനി അത് തിളപ്പിച്ചതിന് ശേഷം കറിവേപ്പിലയും കടുകും താളിച്ച് ചേർക്കണം. അപ്പോൾ കുമ്പളങ്ങ കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഈസിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ കറി റെഡിയായി. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ നമ്മൾ പണികളൊക്കെ തീർക്കും. ഇനി അടുത്തതായിട്ടുള്ളത് മീനാണ്. മീൻ കഴുകി എടുത്തിട്ടുണ്ട്, അതിലേക്കുള്ള അരപ്പ്. എൻ്റെ അമ്മക്ക് മിക്സിയിലൊന്നും ചതച്ചുണ്ടാക്കണത് ഇഷ്ടമല്ല. ഇതുപോലെ ഈ കുട്ടി അമ്മിക്കല്ലില്ലേ, ഇതിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇഷ്ടം. അതിലേക്ക് അല്പം പെരുംജീരകപ്പൊടിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പീസൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു മസാലപ്പൊടികൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് ഫിഷ് മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കൂട്ടി വെച്ചതല്ല, ഉമ്മനെ അതേ കൂട്ടി വെച്ചിട്ടുണ്ട്, ഇത് കായം പുരട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കായം പുരട്ടി കൊടുക്കണം. അപ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ഭണ്ടാരിയാണെങ്കിലും ഷെഫാണെങ്കിലും ഉമ്മാരെ ഫുഡ് കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഉമ്മാൻ്റെ ഓരോ റെഡിയാക്കലൊക്കെ ഒപ്പം അസിസ്റ്റൻ്റായിട്ട് ഹെൽപ്പറായിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട്. ഇതിൻ്റെ മുന്നിൽ തന്നെ എൻ്റെ ഉപ്പയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ വീട് വലിയ വീടൊന്നുമല്ല, ഒരു കുഞ്ഞു വീടാണ്. അപ്പോൾ ഒരുപാട് പേര് താമസിച്ചിരുന്ന വീടായിരുന്നു. ഇപ്പോൾ ആരുമില്ല. അപ്പം ഞാനൊക്കെ എപ്പോഴെങ്കിലും വിരുന്ന് വന്നാലായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എനിക്കൊരാഗ്രഹം മൈലാഞ്ചി ഇടാൻ. അപ്പോൾ മുറ്റത്ത് തന്നെ ഉണ്ട് ഒരു മൈലാഞ്ചീൻ്റെ തൈ. അപ്പോൾ മരം അത്യാവശ്യം നല്ല വലുപ്പമുള്ള മരം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊന്ന് ഇല ഊരിക്കൊണ്ടുവന്നു, കുറച്ച് ഒരു അരമുറി ചെറുനാരങ്ങ നീര് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. പണ്ടൊക്കെ അമ്മിയിൽ അരച്ചായിരുന്നു ഞാൻ മൈലാഞ്ചി ഇട്ടിരുന്നത് കേട്ടോ.
ഇപ്പോൾ അമ്മിയൊക്കെ ഉണ്ടോ ചോദിച്ചാൽ അമ്മീൻ്റെ കുട്ടിയില്ല, അമ്മ മാത്രമാണ്. അപ്പം മിക്സിയിൽ പെട്ടെന്ന് അരച്ചെടുക്കാമല്ലോ, അങ്ങനെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മീനും തന്നെ ഫ്രൈ പാനിൽ ശാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കൃത്യം 1-1:30 മണിയായപ്പോഴേക്കും ചോറൊക്കെ കഴിച്ചു. പെട്ടെന്ന് തന്നെ മൈലാഞ്ചിക്ക് ഇട്ടാണ് അസ്ര നമസ്കാരത്തിന് മുമ്പായിട്ട് തന്നെ ഊരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പണ്ടേ ഉള്ള വീട്ടിലൊക്കെ വരുമ്പോഴും വീട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തിരുന്ന റൊട്ടീന്. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമാണ്, വീട്ടിൽ വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നാളെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു, എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇവിടുത്തെ പള്ളിയിൽ നിന്ന്. അപ്പോൾ ഇത് സിറ്റ് ഔട്ടിൽ നിന്ന് ഇരിക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് പള്ളിയിൽ നടക്കുന്ന സ്വലാത്തും ദുആകളും ഒക്കെ കേൾക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം, കൂടുതൽ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഇതാ കൃത്യം ഒരു 5 മണിയായപ്പോഴേക്കും ഞാനിതാ കയ്യിലെ മൈലാഞ്ചിക്ക് ഊരി. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ കൊള്ളിക്കേങ്ങില്ലേ, ഇതും നമ്മളെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. അപ്പോൾ വീണ്ടും വരാം.